ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം 25-ാം അധ്യായം മുതൽ പറഞ്ഞു തുടങ്ങണു. ഇവിടെ കാപിലം 25-ാമത്തെ അധ്യായം മുതൽ 33-ാമത്തെ അധ്യായം വരെയാണ്. കാപിലം എന്നത് സാഖ്യയോഗം കപില മഹർഷിയാൽ ദേവഹൂതി മാതാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഭക്തി മാർഗമാണ്. കർമ്മനിരൂപണം തന്നെയാണ്, എന്നാലും കർമ്മയോഗമായിട്ട് പറഞ്ഞു കൊടുത്തു. അത് ഭക്തിമാർഗമായിട്ട് നമ്മൾ കണക്കാക്കണം. 9 അധ്യായമായിട്ടാണ്. അപ്പം അത് ശ്രവണം, മനനം, നിധിധ്യാസം തുടങ്ങിയിട്ടുള്ള അത് ഭഗവാന്റെ ഈ വാക്കുകളെ ആരാണോ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പ്രയോഗത്തിൽ വരുത്തുന്നത് അവർക്ക് എല്ലാ വിജയവും ഉണ്ടാവും. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ 9 ഭക്തി തന്നെയാണ് അതിൽ നമ്മളങ്ങനെ പറയണമെന്ന് വെച്ചാലും പൂജാവിധിയും ഭക്തിയുടെ മഹത്വവും ജീവഗതിയും ഗർഭഗീതയും ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കണം. ഭഗവാന്റെ രൂപത്തെ വളരെ വിസ്തരിച്ച് സഞ്ചിന്തയിൽ ഭഗവത് ചരണാരവിന്ദം, കേശാദിപാദ വർണ്ണന, അതേപോലെ താത്വികമായിട്ടുള്ള സൃഷ്ടിയെക്കുറിച്ച്, ഈ സൃഷ്ടിയിൽപ്പെട്ടതായിട്ടുള്ള ഈ ജീവൻ അത് ശരീരം സ്വീകരിക്കുമ്പോൾ, പ്രകൃതി അംശമായിട്ടുള്ള ശരീരം സ്വീകരിക്കുമ്പോൾ ആ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള സുഖദുഃഖങ്ങളെ പാപപുണ്യങ്ങളുടെ ഫലമായിട്ട് പ്രാരബ്ധമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അതെല്ലാം കർമ്മത്തിൻ്റെ ബാക്കിയാണ്, കർമ്മവാസനയുടെ ബാക്കിയാണ്. ഈ കർമ്മങ്ങളെ എത്രത്തോളം നമ്മിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമോ അതിന് വേണ്ടിയിട്ടാണ് നാം ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തുക, അവനവനെ തന്നെ ബോധ്യപ്പെടുത്തുക. ഇതാണ് കപില മഹർഷി അമ്മയോട് പറയണത്. ഒന്നിനോടും സ്നേഹം വേണ്ട, വൈരാഗ്യം, വിരക്തിയോട് കൂടിയിട്ട് എല്ലാറ്റിനെയും സമീപിച്ചോളൂ. എന്നാൽ അത് മുക്തിക്ക് കാരണമായി തീരും. ഇപ്പോൾ ഇവിടെ ശൗനകാദി മഹർഷിമാർ സൂതനോട് കപില മഹർഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ആ കാപിലത്തെ വിസ്തരിക്കണേ എന്ന് പറയുമ്പോൾ, ഇവിടെ 3-ാം സ്കന്ധവും 4-ാം സ്കന്ധവും വിതുര മൈത്രേയ സംവാദമായിട്ട് മൈത്രേയ മഹർഷി പരാശരനിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള വിഷ്ണു പുരാണം അത് വിതുരന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിതനോട് പറയുകയാണ്, ഇതിങ്ങനെ വിതുര മൈത്രേയ സംവാദമായിട്ട് ഹരിദ്വാറിൽ വെച്ചിട്ട് കപില മഹർഷി പറഞ്ഞ കാപിലം ഇങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ, ഇതൊക്കെയാണ് അവിടെ പറഞ്ഞത് കേട്ടോ എന്ന് പറയുകയാണ്. ഇവിടെ കർദമ മഹർഷി തൻ്റെ പുത്രനായിട്ടുള്ള ഭഗവാനോട്, ഞാൻ ഇനി ഇവിടെ നിൽക്കണോ അതോ അങ്ങയെ ഭജിച്ചുകൊണ്ട് ഈ സകളസ്വരൂപത്തെ ഭജിച്ചാൽ മതിയോ, അതോ വനവാസം സ്വീകരിച്ച് അല്ലെങ്കിൽ സന്യാസം സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മ ഉപാസനയാണോ വേണ്ടത്, ബ്രഹ്മോപാസനയാണോ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങ് ബ്രഹ്മോപാസന തന്നെയാണ് വേണ്ടത്, മറ്റത് അച്ഛൻ്റെ മകനായിട്ടുള്ള ഞാൻ കല്യാണം കഴിച്ച കുട്ടികൾ അങ്ങനെയൊക്കെ അതൊക്കെ വലിയ പ്രാരബ്ധമായിട്ടാണ് മാറുക, വീണ്ടും സംസരിക്കേണ്ടി വരും, അതുകൊണ്ട് അങ്ങ് ഇവിടെ നിൽക്കണ്ട, വേഗം മുക്തി നേടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കർദമ മഹർഷി പോയി അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാട്ടോ എന്ന് ഏൽക്കുകയും ചെയ്തു. അമ്മയെ ഞാൻ മുക്തിപഥത്തിൽ എത്തിച്ചോളാം എന്നാണ്. അങ്ങനെ മകനെ പ്രദക്ഷിണം വെച്ച് ഈശ്വരനായി കണ്ടുകൊണ്ട് കർദമൻ പോയി. അപ്പോൾ ഈ കപിലവാസുദേവൻ ദേവഹൂതിയും ഈ കർദമാശ്രമത്തിലെ സരസ്വതി തീരത്ത് ബിന്ദു സരസിനടുത്ത് ഭഗവാനെ ഭജിച്ചുകൊണ്ട് കഴിയുകയാണ്. പക്ഷേ കർദമ മഹർഷി പോയപ്പോൾ ഒരു നിരാശ വന്നു ഈ ദേവഹൂതി മാതാവിന്. മകനടുത്തുണ്ട്, ഈശ്വരൻ തന്നെയാണ് ഇനി, എന്നാലും ഒരു സുഖമില്ല. നന്ന കുട്ടിയാവുമ്പോൾ വന്നതാ, എല്ലാ സുഖങ്ങളെയും അനുഭവിക്കുകയും ചെയ്തു. മകൻ വിഷ്ണു തന്നെയാണ് എന്ന് ബോധ്യവും വന്നു, എന്നിട്ടും ആയില്ല എന്നാ. ഭർത്താവ് ഈശ്വരന് തുല്യം തന്നെ. ഇത്രയൊക്കെ ആയിട്ടും ഞാനെന്തോ ഇപ്പോഴും ഇതിനിപ്പോൾ എങ്ങനെയാണ്
വിശദീകരിക്കേണ്ട ചോദിച്ചാൽ നിശ്ചയില്ല. ഒരു ഏകാന്തത വന്നു. ഭഗവാൻ അങ്ങനെ ഈ അമ്മയും മകനും എന്നുള്ള നിലയ്ക്കുള്ള ലാളനെയും കുട്ടികളെയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ഉണ്ടോ നിശ്ചയില്ല. അതൊക്കെ കഷ്ടിയാവും. ദേവഹൂതിക്കും അതേ, ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ ലേശം വന്നു. പെൺകുട്ടികളൊക്കെ അവരവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് പോയി. ഈ ഉണ്ണിക്കാണെങ്കിൽ വെച്ചാലും അത് ഈശ്വരഭാവത്തിലാണ്. ചെറിയ ഉണ്ണിയാണ്. സാധാരണഗതിയിൽ വളരെയധികം ആസക്തിയോട് കൂടിയിട്ട് ആ ഉണ്ണിയെ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മറിച്ച് ബ്രഹ്മാവ് ഈ കപില മഹർഷി ജനിച്ച സമയത്ത് വന്ന് പറഞ്ഞ ആ കാര്യങ്ങളെ ഒന്ന് ഓർത്തു. ഇത് വിഷ്ണു തന്നെയാണ്. എപ്പോഴാണോ ദേവഹൂതി മാതാവിന് വൈരാഗ്യം വരുന്നത് അപ്പോൾ ആത്മതത്വം ഉപദേശിച്ചു തരും, മുക്തി നേടാൻ സാധിക്കും എന്നെല്ലാം അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മ വന്നു. അപ്പോൾ മകനാണെന്നുള്ള ബോധം വിട്ടു. ഭഗവാൻ എന്ന നിലയ്ക്ക് ആ ഉണ്ണിയെ നമസ്കരിച്ചു, പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. കാരണം എനിക്ക് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് ഞാൻ മടുത്തു. അതായത് ഒന്നിലും തൃപ്തി വരണില്ല. കണ്ണടച്ചാൽ ഇരുട്ടാണ്. ഞാൻ ദേഹമാണ് എന്നുള്ള ഈ ബോധം അതിൽ നിന്നൊന്ന് എന്നെ ഒഴിവാക്കി തരണം. എനിക്ക് വൈരാഗ്യം വരണം. അഹം മമാമ്മേ, ഞാൻ എനിക്ക്, എന്നാൽ എന്നിൽ നിന്ന്, എന്നോട്, എന്നിൽ, എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരിട്ടം തോന്നുക. അതൊന്ന് ഒഴിവാക്കി തരണം. ഏഷ അന്യ ത്വം തവ. ഇതൊക്കെ മഹാ കഷ്ടമാണേ. അപ്പം അതൊക്കെ മകനോട് പറഞ്ഞു. ഭഗവാനെ, ഞാൻ അങ്ങേ ഇതാ നമസ്കരിക്കണു. പ്രകൃതിക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ, ഇതെല്ലാം താത്വികമായിട്ടൊന്ന് പറഞ്ഞു തന്നെ എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്നും ചോദിച്ചില്ല. സുഖം സുഖം എന്ന് മാത്രമേ ചിന്തിക്കണ്ടായുള്ളൂ. ലോകഹിതാർത്ഥമുള്ളതായിട്ടുള്ള ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാനെ നല്ലവണ്ണം ആശ്രയിച്ച് നമസ്കരിച്ച് അമ്മയ്ക്ക് വിരക്തി വന്നിരിക്കണോ എന്ന് മനസ്സിലാക്കിയ ആ ഉണ്ണി ഭഗവാനായിക്കൊണ്ട് തന്നെ അച്ഛനോട് പറഞ്ഞ വാക്കിനെ ഓർത്തുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അമ്മയ്ക്കെന്നാൽ ബോധം വരുത്താം, ആത്മബോധത്തിലെത്തിക്കാം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഭഗവാന്റെ വാക്കുകളൊക്കെ ഭഗവാൻ തന്നെ പറയുകയാണ് അന്തരീക്ഷത്തിൽ. എന്നുവെച്ചാൽ ഇത് എല്ലാ കാലത്തും ഈ വാക്കുകൾ നിലനിൽക്കുക തന്നെ ചെയ്യും. ഒന്നിങ്ങനെ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന, നമ്മളെപ്പോലുള്ളവർക്ക് തിരഞ്ഞാൽ കിട്ടില്ല. നമുക്കൊക്കെ ഗ്രന്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞു തന്നാൽ തന്നെ നമുക്കൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാലും ശരി, ഈ വാക്കുകൾ അവിടെ ഉണ്ടാവുമെന്നാണ്. ഋഷിമാർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ശരീരസുഖം, ഇന്ദ്രിയ സുഖം എന്നത് ലൗകികമാണ്. കാരണം ശരീരം പ്രകൃതിയുടെ അംശമാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അതേപോലെ കർമ്മേന്ദ്രിയങ്ങൾ, അതിലൂടെ വരുന്നതായിട്ടുള്ള ഈ സുഖങ്ങളുണ്ടല്ലോ, ഈ സുഖം മുഴുവൻ സച്ചിദാനന്ദത്തെ അനുഭവിക്കേണ്ടതിന് പകരം ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിച്ച് കാലം വെറുതെ കഴിച്ചു കൂട്ടുക. അപ്പോൾ അതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഒഴിവാക്കേണ്ടത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന പഞ്ചമഹാഭൂതങ്ങളുടെ തന്മാത്രകളായ ഈ വിഷയങ്ങളെയാണ്. വിഷയം എത്രത്തോളം നമ്മൾ ഭുജിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സ് അതിലങ്ങോട്ട് പെടും. അങ്ങനെയാണ് നമ്മൾ അവിടെ കെട്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും ഒഴിവാക്കാൻ, അത് വേണ്ട എന്ന് വയ്ക്കുക തന്നെയാണ് വേണ്ടത്. മനസ്സിനെ ശുദ്ധമാക്കി തീർക്കുകയാണ് വേണ്ടത്. ഈ ചിത്തത്തിലിരിക്കുന്ന ഭഗവാനെ അറിയുക തന്നെയാണ് വേണ്ടത്. അന്തർമുഖത്വമാണ് വേണ്ടത്, ബഹിർമുഖത്വമല്ല. മനയേവ മനുഷ്യാണാം കാരണം സുഖദുഃഖയോഹോ. അമ്മയ്ക്കിപ്പോൾ ഈ ദുഃഖം ഉണ്ടായത് മനസ്സാണ് കാരണേ. ആ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി. ശമദമം, അതാണ് വേണ്ടത്. എല്ലാ പ്രവൃത്തികളും സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത ആണ്. അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള മനസാവാച കർമ്മണ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഭഗവത് അർപ്പിതമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും ഫലങ്ങളും ഒരുമിച്ച് സമർപ്പിക്കുകയാണെങ്കിൽ ഈ ബോധത്തിലെത്താൻ സാധിക്കും. ഇങ്ങനെ തോന്നാനുള്ള കാരണം ഈ നാനാത്വമാണ്. നാനാത്വം ഉണ്ടായത് ത്രിഗുണം കൊണ്ടാണ്. പ്രപഞ്ച വസ്തുക്കളൊക്കെ ത്രിഗുണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനോട് എന്തെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേണമെന്ന് തോന്നും. അത് ആസക്തിയായിട്ട് മാറും. ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ പോരാ എന്ന് തോന്നും, ലോഭമായിട്ട് മാറും. ഇങ്ങനെ അതിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനന്ദം കിട്ടില്ല.
ഇന്ദ്രിയ സുഖങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അതിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആനന്ദം കിട്ടാനുള്ള മാർഗമായിട്ട് ഭഗവാൻ പറഞ്ഞത്, ഭഗവാനെ അറിയുവാൻ വേണ്ടിയിട്ട്, ജ്ഞാനം നേടുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. അത് വർണ്ണാശ്രമധർമ്മങ്ങളെ സ്ഥിരമായിട്ട് ശീലമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ സാധിക്കും. ഇതൊന്നും ചെയ്യാത്തവരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ നാമം ജപിക്കുക, ഭഗവാന്റെ രൂപത്തെ സ്മരിക്കുക, ഭഗവാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ, ആ ലീലകളെ സ്മരിക്കുക. ഭഗവാൻ വൈകുണ്ഠത്തിലാണല്ലോ, അപ്പോൾ ആ വൈകുണ്ഠത്തെ, ആ ധാമത്തെ ഒന്നിങ്ങനെ സ്മരിക്കുക. അനവധി ഭക്തന്മാരെ അനുഗ്രഹിച്ചതായിട്ടുള്ള ലീലയുണ്ട്. അത് ഭക്ത അനുഗ്രഹ ലീലയാണ്. ആ ഗുണവിശേഷമുണ്ടല്ലോ, അതിനെ നല്ലോണം സ്മരിക്കുക. നാമം, രൂപം, ലീല, ധാമം, ഗുണം, ഈ 5 എണ്ണം ഭഗവത് ഉപാസനയുടെ ഒരു ഘട്ടമാണ്. ഓരോരോ ഘട്ടമായിട്ട്, ഓരോരോ ഘടകമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു വെച്ചാൽ ഏറ്റവും എളുപ്പമാണ് നാമജപം. അതേപോലെ ഫോട്ടോയിലൊക്കെ നോക്കുക, അതിങ്ങനെ മനനം ചെയ്യുക. ബിംബത്തിൽ ശ്രദ്ധിക്കുക, അതിങ്ങനെ മനനം ചെയ്യുക. ഭഗവാന്റെ ലീലകൾ നമ്മൾ കഥകളൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും, അതിങ്ങനെ ചിന്തിക്കുക. വൈകുണ്ഠ വർണ്ണനയൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ, അതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുക. ഭഗവാൻ നാരദനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, മഹർഷിമാരെ അനുഗ്രഹിച്ചിട്ടുണ്ട്, സാധാരണക്കാരായിട്ടുള്ള രാജാക്കന്മാരെ അനുഗ്രഹിച്ചിട്ടുണ്ട്, മഹാകേമന്മാരെ പലരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്തവരെയും, ഇനിയിപ്പോൾ ആനയാച്ചാൽ അതിനെയും ഗജേന്ദ്രൻ, ഗൃധ്രം ആയിട്ട് ഈ കഴുകൻ ജടായു, ആ ജടായുവിനും ശ്രീരാമനായിട്ട് മുക്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഭഗവാനാൽ എല്ലാവർക്കും ഒരേപോലെ, വാനരം എന്നുള്ള വ്യത്യാസം ഉണ്ടായിട്ടില്ല ശ്രീരാമനെ. ഒന്നും പഠിക്കാൻ ഒരു കഴിവില്ലാത്ത ഈ ശ്രീകൃഷ്ണൻ ആ ഗോപികമാരെ സഹായിച്ചില്ലേ, അവർ പറയുന്നതൊക്കെ ശരിയാക്കി തീർത്തു എന്നുള്ളതാണ് കേവലയാ ഭക്തിയ. അതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ധരിക്കുക. അതാണ് ഗുണചിന്തനം. അങ്ങനെ എല്ലായ്പ്പോഴും ഭഗവാനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ എത്തിയെന്ന് കൂട്ടുക. നമ്മുടെ മനസ്സ് കുട്ടി എന്നുള്ള നിലയ്ക്കാവുക. കുട്ടിക്കാലം, ബാല്യകാലം. ആ ഗോപന്മാരില്ലേ, ഗോപബാലന്മാർ, അവർ ശ്രീകൃഷ്ണനെ കൊണ്ട് നടന്നെന്നില്ലേ ഈ കാട്ടിലേക്ക് പശുവിനെ നോക്കാനായിട്ട്. ആ ഒരു ഭാവത്തിലാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും, വളരെ എളുപ്പമാണ്. എന്താ കൃഷ്ണ അങ്ങനെ, മറ്റേ കൃഷ്ണ അങ്ങനെ, അങ്ങനെ എന്നൊക്കെ ചോദിക്കുക. ഓരോന്നും ചോദിച്ചാലേ നമുക്ക് തന്നെ ഒരു വല്ലാത്ത മനസ്സിന് സുഖം തോന്നും. നമ്മൾ സാധാരണ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പതിവ്? മരുന്ന് കഴിക്കുകയല്ലേ പതിവ്. മരുന്നുകൊണ്ട് മാറിയില്ല വെച്ചാൽ കുറേശ്ശെ മന്ത്രവാദമൊക്കെ ചെയ്യും. അതേപോലെ ചില രത്നങ്ങളൊക്കെ ഉപയോഗിച്ചാൽ, ചില സംഗീതങ്ങളൊക്കെ കേട്ടാൽ, ചില അഷ്ടാംഗയോഗാദി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ചില സൂത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ കർമ്മം, അത് പലതും ചിലതൊക്കെ ചെയ്ത് നോക്കിയാലേ, മന്ത്രമായാലും യന്ത്രമായാലും തന്ത്രമായാലും ശക്തിയായാലും സിദ്ധിയായാലും പലതും ഇതിനുള്ളൊരു രക്ഷപ്പെടാനുള്ള വഴി തന്നെയാണ്. അതേ കൂട്ടത്തിൽ തന്നെ കുറച്ച് എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് ഈ ഭക്തിയോഗം. അത് കേവലയാ ഭക്തിയാ, അതേ വേണ്ടൂ. കേവലം ഭക്തി മാത്രമേ വേണ്ടൂ. ഭഗവാനെ അറിയാൻ ശ്രമിക്കുക. ഭഗവാന്റെ കൂടെ നടക്കുന്നതായിട്ട് സ്വയമേവ അങ്ങോട്ട് കരുതുക. ദേഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബന്ധുക്കൾ, വസ്തുക്കൾ, എൻ്റെ വീട്, അങ്ങനെയല്ലേ പലതുണ്ടല്ലോ. 3 ഏഷണ എന്നാണ് പറയുക. വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ, ഇങ്ങനെ 3 ഏഷണാത്രയെന്ന് പറയും. അപ്പോൾ അതിൽ ധാരേഷണ എന്നും പുത്രേഷണ എന്നും പറയാറുണ്ട്, രണ്ടും ഒന്ന് തന്നെ. അങ്ങനെയുള്ള ഏഷണാത്രയങ്ങളെയൊക്കെ മറികടക്കുക. എന്ത് മോഹമാണോ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വെച്ചാൽ അതിനെ ഒരു തവണ ധ്യാനിക്കുക. അല്ലെങ്കിൽ ധ്യാനത്തിൽ വന്നു വെച്ചാൽ അതിൽ നിന്നും മറ്റൊരു വിഷയത്തെ ധ്യാനിക്കുക, വേറൊരു വിഷയത്തെ ധ്യാനിക്കുക. അങ്ങനെ വിഷയം മാറി 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 ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ടി വിയിൽ ചാനലൊക്കെ മാറ്റി കളിക്കില്ലേ, ഒന്നും മനസ്സിലാവാതെ കണ്ടാവില്ല. അപ്പോൾ ഒരു മടുപ്പ് വരില്ലേ. എന്ന കൂട്ടത്തിലൊരു മടുപ്പ് വരുന്ന ഒരു നല്ല ഉദാഹരണമാണ്. കുട്ടികൾ ടി വി കണ്ടുകൊണ്ടിരിക്കും, അവർക്ക് ഒന്നും അത്ര ഇഷ്ടമില്ല, അവരിങ്ങനെ മാറി മാറി കളിക്കും. അപ്പോൾ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ എന്താ നീ ഇങ്ങനെ മാറ്റി, ഞങ്ങൾക്കൊന്നും ഒന്നും മനസ്സിലാവണില്ല എന്ന് അവിടുന്ന് നീട്ടു പോരുന്നില്ലേ. എന്ന കൂട്ടത്തിൽ നമ്മുടെ മനസ്സ് എവിടെയാണോ ഇതേപോലെ ചീത്തയായിട്ട് കിടക്കുന്നത്, ആ ചീത്തകളിൽ നിന്ന് വിഷയം മാറ്റി 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 ഇങ്ങനെ, അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി, എന്നാൽ പറ്റും. ഈ റിമോട്ട് നമ്മുടെ കയ്യിലുണ്ടാവണമെന്നേ ഉള്ളൂ. ആ റിമോട്ട് ഇല്ലാച്ചാൽ അത് നടക്കില്ല. അപ്പോൾ അതിൽ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ക്രമേണയായിട്ട് പല വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്നത് മുഴുവനെ
ഭഗവത്പരമായിരിക്കണം. എത്ര ചീത്തയായിട്ടായിക്കോട്ടെ, ആ ചീത്തയിൽ നിന്ന് നേരിട്ട് ഭഗവാങ്കൽ എത്തണം. കൃഷ്ണനായാലും വേണ്ടില്ല, രാമനായാലും വേണ്ടില്ല, പരശുരാമനായാലും വേണ്ടില്ല, ബലരാമനായാലും വേണ്ടില്ല, നരസിംഹമൂർത്തി ആയാലും വേണ്ടില്ല, വരാഹമൂർത്തി ആയാലും വേണ്ടില്ല, ഒക്കെ ഭഗവാങ്കൽ എത്തുക, അത്രയേ ഉള്ളൂ. വേറൊരു വിഷയത്തിൽ വന്നു വെച്ചാൽ അപ്പോൾ അങ്ങോട്ട് പോവുക, തിരിച്ചിങ്ങോട്ട് വരിക. ഇങ്ങനെ ആയാൽ മനസ്സുറക്കി. കാരണം 50% ഈ മനസ്സ് മുഴുവൻ ഭഗവത്പരമായിട്ട് തീർന്നാൽ ക്രമേണയായിട്ട് അത് 60 ആവും, 70 ആവും, 80 ആവും, 90 ആവും, ചിലപ്പോൾ 100 സാധിച്ചു വെച്ചാലോ. ഇപ്പം നമ്മുടെ മനസ്സിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു തവണ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വേണമെന്ന് തോന്നും. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വീണ്ടും ആസക്തിയായിട്ട് വരും, ലോഭമായിട്ട് മാറും. ഇതിനെ മറികടക്കുക തന്നെ വേണം. അതിന് ഈ ഒരൊറ്റ സൂത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മുടെ കയ്യിലുള്ളതായ ഓരോന്നും അഭിമാനമല്ലാതെ കണ്ടാക്കണം എന്നാ. എന്നെന്താ സൂത്രം? അപ്പോൾ നമുക്ക് ദാനാദികൾ ചെയ്യുമ്പോൾ നമ്മിലുള്ള ഈ സമ്പാദ്യങ്ങൾ കുറഞ്ഞു വരും. നമ്മുടേതൊന്നുമില്ലാത്തൊരവസ്ഥ വരും. അതേപോലെ തന്നെ ഏറ്റവും താഴെയാണ് ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ ഏറ്റവും താഴെയാകുമ്പോൾ നമ്മളെക്കാൾ മീതല്ലേ മറ്റൊരാളുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരേക്കാളും താഴെയായി. അപ്പോൾ മാനാഭിമാനവും പ്രശ്നമില്ലാണ്ട് വന്നു. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും താഴെയാണ് ഇരിക്കുന്നതെന്ന് കൂട്ടുക. അപ്പോൾ പിന്നെ മുകളിലേക്ക് പോകാത്തതുകൊണ്ട് വീഴ്ച സംഭവിക്കില്ല. ഏറ്റവും താഴെ വെച്ചാൽ പിന്നെ അവിടുന്ന് താഴേക്ക് പോകാനില്ല. അപ്പോൾ വീഴ്ച സംഭവിക്കില്ല. മാനാഭിമാനം ഈ അവമാനം സംഭവിക്കില്ല. അതേപോലെ തന്നെ വീഴ്ച സംഭവിക്കില്ല. ഒന്നുമില്ല വെച്ചാൽ നഷ്ടം വരാനില്ല. ഇങ്ങനെ ഓരോന്നും എൻ്റേതല്ല, എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ വൈരാഗ്യത്തോട് കൂടിയിട്ട്, വിരക്തിയോട് കൂടിയിട്ട് ഈ ദേഹത്തിൻ്റെ ആവശ്യങ്ങളെ മാത്രം കണക്കാക്കുക. അതിങ്ങനെ സ്വീകരിക്കുക. ശ്വാസം വലിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, വെള്ളം കുടിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, ആഹാരം കുറച്ചെങ്കിലും കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇങ്ങനെ ക്രമേണയായിട്ട് ആഹാരം, നീഹാരം, കുളി തൊട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഉറക്കം, ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം പിന്നെ വേണ്ട, കഴിഞ്ഞു. മക്കളൊക്കെ ആയാൽ കഴിഞ്ഞു, പിന്നെ അതിൻ്റെ വിഷയമില്ല. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ആവശ്യങ്ങളെ കുറച്ച് വന്നു കഴിഞ്ഞാൽ ഈ വൈരാഗ്യം വളരെ എളുപ്പമാണ്. കർമ്മം നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക. ലോകഹിതമാവണം. നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. ഹിംസ ഒരിക്കലും പാടില്ല. അഹിംസയാവണം. മാത്രമല്ല അത് ലോകഹിതം ആവണം, പരോപകാരമാവണം. ഇങ്ങനെ ഒരു നിയമവും വയ്ക്കുക. തനിക്ക് കിട്ടിയത് മുഴുവനെ ഭഗവാനെ സമർപ്പിക്കുകയും വേണം. അപ്പോൾ കർമ്മഫലവും ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അത് കർമ്മയോഗമായിട്ട് മാറി. നമ്മളറിയാതെ കണ്ട് നമ്മുടെ ഈ മനസ്സ് മുഴുവനെ ഭഗവാങ്കലെത്തുന്ന ഭഗവത് കഥ കേൾക്കുമ്പോൾ അതിങ്ങനെ ശ്രവണ മനന നിധിധ്യാസം, അത് പറയുക, പ്രവർത്തിക്കുക, അത് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരുത്തുക. അതല്ലാതെ കണ്ട് വേറൊന്നും ചിന്തിക്കാതിരിക്കുക. ഇതാണ് ശ്രവണ മനന നിധിധ്യാസം. അങ്ങനെ ഭഗവത്പരമായി എന്ന് കൂട്ടുക. ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത്പരമാവുക. കാണുന്നത് ഭഗവാനെ കാണുക, കേൾക്കുന്നത് ഭഗവത് കഥയാവുക. ഇങ്ങനെയല്ലേ? അങ്ങനെ 10 ഇന്ദ്രിയങ്ങളും ചെയ്യുന്നത് മുഴുവനെ ഭഗവത്പരായിരിക്കുക. അതേപോലെ ഞാൻ ഇത്ര ഭാഗവതം വായിക്കുന്ന ഒരാളാ വെച്ചാൽ ഞാൻ ഇത്ര അധ്യായം ഇന്ന് വായിക്കും എന്ന് ഉറപ്പിച്ച നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് അത് പൂർത്തീകരിക്കുക. 10 അധ്യായം എന്ന് വിചാരിച്ചാൽ 12 അധ്യായം വായിക്കണം. അങ്ങനെയാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും അർത്ഥം അറിഞ്ഞുകൊണ്ട് നന്നായിട്ട് പാരായണം ചെയ്ത്, സംസ്കൃതം മുഴുവൻ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അർത്ഥം അറിഞ്ഞുകൊണ്ട് കുറേശ്ശെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. എല്ലാവരിലും ഈശ്വരനുണ്ട്, എന്നിലും ഈശ്വരനുണ്ട്, ഈ ലോകം മുഴുവൻ ഈശ്വരനാണ്. ഇങ്ങനെ പറഞ്ഞ് അത് ഉറപ്പിക്കുക. അഹം ബ്രഹ്മാസ്മി. ഇത് എല്ലാ ജ്ഞാനവും കിട്ടിയിട്ടേ ഞാനത് പറയൂ വിചാരിച്ചിരുന്ന കാര്യമില്ല. വേട്ടാളിനൊന്നും അറിഞ്ഞിട്ടല്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വേട്ടാളനായിട്ട് മാറിയ പോലെ നമുക്കും ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനായിട്ട് മാറണം. സർവ്വവ്യാപിയായിട്ടുള്ള ഈശ്വരൻ എല്ലാറ്റിലും ഉണ്ടായതുകൊണ്ട് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ എളുപ്പമാണ്. ഭഗവാൻ ഒരു പ്രത്യേകത ഉണ്ട്, സ്വയം പ്രകാശം ചൊരിയണ ഒരു ഈശ്വരനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനെ വെച്ചാൽ പിന്നെ അതിൽ സത്തെന്താ അസത്തെന്താ വ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല. കാരണം സത്തും അസത്തും ഭഗവാനാണേ.
ചീത്തയും നല്ലതും ഭഗവാനാണെന്ന് സാരം. അപ്പം അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ച് വേഗം മനസ്സിലാവും. നമുക്ക് സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള ദുർഗന്ധമുള്ള മലിന വസ്തുക്കൾ ഒരു മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടാൽ, അതൊരു മരത്തിൻ്റെ അടിയിലാണെങ്കിൽ, ഈ ചീഞ്ഞ സാധനമോ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്നതോ അസഹനീയമായിട്ടുള്ള ഇത് മരം വലിച്ചെടുക്കണു. ആ മരത്തിൽ നിന്നുണ്ടാകുന്ന പഴം നല്ല മധുരമുള്ളത് നമ്മൾ കഴിക്കണു. ഈ ചീത്തയാണ് മരത്തിന് കൊടുത്ത് കിട്ടിയതോ? ഇപ്പോൾ ഭഗവാൻ ഈ സത്തും അസത്തും വ്യത്യാസമില്ല. നമ്മൾ കഴിക്കുന്നത് പലതും ഇതേപോലെ മറ്റുള്ളവർക്ക് തീരെ പറ്റാത്തതാണ് എന്നറിയുമ്പോഴാണ് നമ്മളൊക്കെ കേമന, നമ്മൾ നല്ലത് മാത്രമേ എടുക്കുള്ളൂ എന്നാണ് നമ്മുടെ ഒരു ധാരണ. നമ്മൾ കഴിക്കുന്നതെല്ലാം മറ്റുള്ളവർ കഴിക്കില്ല. എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റില്ല എന്നർത്ഥം. ആ ഒരു അവസ്ഥയിൽ കഴിക്കാൻ പറ്റില്ല. അത് കുറച്ച് കേടുവരെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ വേണം, എന്നാലേ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ എല്ലാറ്റിലും ഈശ്വരനെ കാണൽ തന്നെയാണ് ആദ്യം വേണ്ടത്. എന്നാലേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹത നേടാൻ സാധിക്കുള്ളൂ. ഇത് ഇങ്ങനെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. സത്സംഗം കൊണ്ടേ അത് സാധിക്കുള്ളൂ. സദ്ഗുരുക്കന്മാരെ സേവ ചെയ്യുമ്പോഴാണ് അവർ ചെയ്യുന്നതിനെ നമുക്കും അനുകരിക്കണം എന്ന് തോന്നുക. ഭക്തി ഉണ്ടാവാനുള്ള എളുപ്പമുള്ള മാർഗ്ഗമാണ് സത്സംഗം. കൃഷ്ണൻ പോലും ഗോപികൾക്ക് സംഘം കൊടുത്തു. വാനരന്മാർക്ക് ശ്രീരാമൻ സംഘം കൊടുത്തു. അതേപോലെ തന്നെ പല പല പാഠങ്ങളും അവർ പഠിപ്പിച്ചു. ദുഃഖത്തെ നിസ്സാരമായിട്ട് കാണൂ എന്ന് ശ്രീരാമൻ പറഞ്ഞു. സുഖത്തെ തേടാതിരിക്കൂ എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. സുഖം വില കൊടുത്ത് വാങ്ങരുത്, പരോപകാരം ശീലമാക്കൂ. ശ്രീകൃഷ്ണൻ്റെ ഉപദേശം ആ കുട്ടികളോടെ. നമുക്ക് ആരും ശത്രു ഇല്ല കേട്ടോ. ശത്രുഭാവമേ വേണ്ട. അതേപോലെ ശാന്തിയോട് കൂടിയിട്ട് എപ്പോഴും ശാന്തമായിരിക്കുക, മനസ്സും അതേപോലെ സ്വസ്ഥമായിരിക്കുക ശരീരവും. ഈ ശാന്തിയും സ്വസ്ഥതയും നിർബന്ധമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക തന്നെ വേണ്ടി വരും. സമചിത്തത വേണം, സമഭാവന വേണം, സമദൃക്കാവണം, സർവഭൂതഹിതേ രഥാഹ എന്നുള്ള ഭാവത്തിൽ ജീവിക്കാറാവണം. അപ്പം അതിന് ഭഗവാന്റെ കഥ കേട്ട് അതിൽ മനസ്സിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ നവതാഭക്തി അറിയാതെ കണ്ട് വരും. അതിൽ ഒടുക്കത്തെയാണ് ഈ ആത്മനിവേദനെ. അത് സർവസംഘ പരിത്യാഗത്തിന് കാരണമായി തീരും. ഈ സാഷ്ടാംഗ നമസ്കാരം നമ്മൾ കോടാലി നമസ്കാരമാണ് ചെയ്യണത്. രണ്ടും തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുമ്പോൾ മനസ്സും ശരീരവും ഒരേപോലെ സമർപ്പിക്കുകയാണ്. നമുക്ക് കിട്ടിയതൊക്കെ ഭഗവാന് കൊടുത്തതിൻ്റെ ശേഷമാണ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യണതേ. നമ്മളെന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു തീരെ ഭണ്ഡാരത്തിലും ഒന്ന് പ്രദക്ഷിണം വയ്ക്കും, ഒന്ന് നമസ്കരിക്കും. എന്നാലും അതും ഭഗവാൻ സ്വീകരിക്കണ്ട കേട്ടോ. ക്രമേണ നമ്മളെയും ഇതേപോലെ നമ്മളെപ്പോഴും അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ അല്ലേ, മരിച്ചാൽ ഒന്നും കൊണ്ടുപോയില്ല, കോടിമുണ്ട് തന്നെ പോവുള്ളൂ. അതെന്നെ കത്തിക്കുകയാണ്. ഇനി നമുക്ക് കൊണ്ടുപോകാൻ കിട്ടില്ല. അത്ര കഷ്ടമാണ് നമ്മുടെ കാര്യം. അപ്പോഴേ ഒഴിവാക്കുള്ളൂ. അപ്പോൾ ലോകം എന്താണ് എന്നുള്ളത് അറിയണമെച്ചാൽ ഗുരുക്കന്മാർ പറഞ്ഞു തരണം. അവർ സാധുക്കളാവണം, സജ്ജനങ്ങളാവണം, ഭക്തരാവണം, നല്ല ജ്ഞാനം ഉണ്ടാവണം, വിഷയത്തെ വിട്ടവരാവണം. അവരാചരിക്കുന്നത് നമുക്ക് ആചരിക്കാൻ പറ്റണം. ഇങ്ങനെ ആചാര്യന്മാരെ ഗുരുക്കന്മാരായിട്ട് കാണണം. രണ്ടാ. ഗുരുക്കന്മാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഗുരു ആവില്ല. ഇരുട്ടിനെ മായ്ക്കുന്നതായിട്ടുള്ള ജ്ഞാനത്തെ തരാൻ ആത്മീയ ഗുരുസ്ഥാനത്തുള്ളവർ മാത്രമേ ഗുരു ആവുള്ളൂ. അപ്പോൾ ഇരുട്ട് മാറ്റുക എന്നത് തന്നെയാവണം. ഈ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കി ജ്ഞാനത്തെ തരുക എന്നതാവണം ഗുരുവിൻ്റെ, സ്വാർത്ഥമില്ലാത്ത ഗുരുവിൻ്റെ, ലോഭമില്ലാത്ത ഗുരുവിൻ്റെ. അതാണ്. അപ്പോൾ അത് നല്ലോണം മനസ്സിലെത്തിയാലേ ഗുരു ആവുള്ളൂ. ഇതാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വിഷയങ്ങളോട് മോഹമില്ലാത്തൊരവസ്ഥയിലേക്ക് ശിഷ്യനെ എത്തിപ്പിക്കും. അത് ദേവീദേവന്മാരായാലും നല്ല ഗുരുക്കന്മാരായാലും ബ്രാഹ്മണന്മാരായാലും ഭക്തന്മാരായാലും സജ്ജനം, അവരൊക്കെ ഈ വൈരാഗ്യത്തോടു കൂടിയിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ഭഗവാനെ സദാസമയത്തും ഭജിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ്. അങ്ങനത്തെ ആളുകൾക്ക് ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥയുണ്ടല്ലോ. അതിൽ സ്വപ്നത്തിലും ഭഗവാനെ കാണാൻ സാധിക്കും, ഉറക്കത്തിലും കൂടി കാണാൻ പറ്റുന്ന. ജാഗ്രതത്തിൽ ഈ വിഷയസുഖങ്ങൾ അത് ലവലേശം ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോഴും ഒരു സ്വപ്നത്തിൽ എപ്രകാരത്തിലാണോ എന്ന് ഈ നമ്മളൊക്കെ ഇങ്ങനെ കഴിച്ചു കൂട്ടുക, ആ കൂട്ടത്തിൽ കുറേശ്ശെ സംഭവിക്കുന്ന ജീവൻ മുക്താവസ്ഥയിലേ നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് തോന്നും എന്നാണ്.
എന്നാലോ ഇവർ അങ്ങനെയൊന്നും അല്ലേനും ഒരാലസ്യം ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും. അതൊക്കെ ആ പ്രഹ്ലാദൻ്റെ ജനന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗ്യം യഥാർത്ഥത്തിൽ കിട്ടണമെങ്കിൽ ഈ ജ്ഞാനം നേടിയാലല്ലാതെ കണ്ട് കിട്ടില്ല. ഈ സുഷുപ്തി ഭാവം പോലും നശിക്കാൻ ജ്ഞാനം നേടണം, എന്നാലേ പറ്റുള്ളൂ. അത് ഗുരോപദേശം കൊണ്ടല്ലാതെ കണ്ട് പറ്റില്ല. അപൂർവം ചിലവർക്ക് അഷ്ടാംഗയോഗാദികൾ, യമനിയമങ്ങൾ, പ്രാണായാമങ്ങൾ തുടങ്ങി സമാധി വരെ, ധ്യാനം, സമാധി ഒക്കെ ചെയ്താലേ ചിലപ്പോൾ അങ്ങോട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഭഗവാൻ പറയുകയാണ്, ഈ സ്ത്രീ, ശൂദ്രൻ, ബാലൻ, അജ്ഞാനി ഈ ഒരു അവസ്ഥകളെയൊക്കെ മറികടക്കാൻ ഈ ജ്ഞാനം ഉണ്ടായാൽ മതി, സജ്ജന സേവ ഉണ്ടായാൽ മതി. ഭക്തന്മാരെ സഹായിക്കുക, ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുക, പശുക്കളെ നോക്കുക, തുളസി നട്ട് നനയ്ക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഈ സ്ത്രീകൾക്ക്, ശൂദ്രന്മാർക്ക് ഒക്കെ, ബാലന്മാർക്ക്, അവർക്കൊക്കെ ഇത് പറ്റാത്തവർക്ക് എന്നർത്ഥം, അത്രയേ ഉള്ളൂ. അജ്ഞാനികൾക്ക് എന്നർത്ഥം. അവർക്ക് ഭഗവാങ്കലെത്താനുള്ള സൂത്രവഴിയായിട്ട് ഭഗവാൻ തന്നെ പറയണ വാക്കാട്ടോ. എല്ലാവർക്കും ഈ വേദത്തെ ആശ്രയിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ വർണ്ണാശ്രമ ധർമ്മം വേദത്തിൽ പറഞ്ഞതുകൊണ്ട് അത് തന്നെ ആശ്രയിച്ചാൽ മതി. ശൂദ്രന്മാർക്ക് ശൂദ്രന്മാരുടെ കർമ്മം, ബ്രാഹ്മണർക്ക് ബ്രാഹ്മണൻ്റെ കർമ്മം, അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, അത്രേ വേണ്ടൂ. സ്വധർമ്മ ആചരണം മാത്രമേ വേണ്ടൂ. കർമ്മങ്ങൾ ചെയ്യുന്നത് ധാർമ്മികമായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അനുഷ്ഠാനമായിട്ട് ആചാരത്തെ ചെയ്യുക, അപ്പം മുക്തി കിട്ടും. കാരണം ഈ കർമ്മത്തിൻ്റെ ഫലത്തെ നമ്മൾ ആഗ്രഹിക്കരുത്, അത്രയേ ഉള്ളൂ. കർമ്മം തന്നെ മറക്കാറാവുന്നതാണ് എങ്ങനെയാവുമ്പോഴേ. കർമ്മം നമ്മളെ വിട്ടു പോകും, അത് യഥാർത്ഥത്തിൽ സംഭവിക്കണം കേട്ടോ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സദാസമയത്തും ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഭഗവത് അർപ്പിതമാക്കി, ഭഗവത് ഉന്മുഖമാക്കി തീർക്കാൻ സാധിച്ചുവെങ്കിൽ വേറെ അഷ്ടാംഗയോഗമൊന്നും വേണ്ടെന്നാ. ഈ സിദ്ധികൾ ഭഗവാൻ ഇങ്ങോട്ട് തരും. ഭക്തൻ അങ്ങനെയാണ്, ജ്ഞാനവും തരും, സിദ്ധികളൊക്കെ തരും, ഇത്രേ വൈകുണ്ഠത്തിലെത്താൻ വേണ്ടിയിട്ടേ. ഇനി അഥവാ ഇപ്പോൾ ഈ ഭജിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഇങ്ങോട്ട് ച്യുതി വന്നു എന്ന് കൂട്ടുക, അത് സാരാക്കണ്ടെന്നാ. ഇന്നമേ ഭക്തപ്രണശ്യതി ഭഗവാന്റെ ഒരു വാക്കാണ്. അപ്പോൾ ഭഗവാൻ മെല്ലെ ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് കൈ പിടിച്ച് മുകളിലേക്ക് കയറ്റിക്കോളും, വീണ്ടും പഴയ റെയിലിൻ്റെ മുകളിലേക്ക് തന്നെ എത്തിച്ചോളും എന്നർത്ഥം. ഭഗവാന്റെ ആജ്ഞാപാലകരായിട്ടുള്ള ഈ ദേവീദേവന്മാർ, അഷ്ടദിക്പാലകന്മാർ ഒക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം തന്നെ ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് ആ ഡ്യൂട്ടി ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഭഗവാനെ പേടിച്ചിട്ട് അവരൊക്കെ ചെയ്യണത്. അപ്പോൾ ആ അഷ്ടദിക്പാലകന്മാരെ നമ്മൾ സേവിച്ചാൽ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, അങ്ങനെ നമുക്ക് ഭഗവാങ്കൽ എത്താനുള്ള കോണിയായിട്ട് ഈ ഈശ്വര സേവ ഉപയോഗിക്കാൻ പറ്റുന്ന. ഇപ്പോൾ യാഗാദിയൊക്കെ ചെയ്യുമ്പോൾ നിഷ്കാമമാണ് എങ്കിൽ ഈ ദേവന്മാർക്ക് കൊടുക്കുന്നത്, സ്വീകരിക്കുന്നത് കണ്ടാൽ നമുക്ക് ഇന്ദ്രനൊക്കെയാണ് സ്വീകരിക്കണമെന്ന് തോന്നും. ഇന്ദ്രൻ, അഗ്നി, വായു, വരുണൻ, ധർമ്മൻ. പക്ഷേ അതൊക്കെ നേരിട്ട് ചെല്ലാർക്കാ മഹാവിഷ്ണുവിനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്ര വിശദമായിട്ടാണ് ഭഗവാൻ ഈ ഉപദേശത്തെ തുടങ്ങി വെച്ചത്. ഇനി ഇതെല്ലാം താത്വികമായിട്ടാണ് ഞാൻ സൃഷ്ടി നടത്തിയത് എന്നാണ് സാഖ്യയോഗം കൊണ്ട് അടുത്ത അധ്യായത്തിൽ പറയണം. 24 തത്വങ്ങളെ കൊണ്ട് ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചു. ദേവഹൂതി മാതാവ് ചോദിക്കുകയാണ്, പുരുഷതത്വം എന്താണ്, പ്രകൃതി തത്വം എന്താണെന്ന്. അപ്പോൾ ഈ പ്രകൃതി എന്നുള്ളത് എൻ്റെ ഇച്ഛയാണ്, അത് മായയാണ്, ഇല്ലാത്തതാണ്. പ്രകൃതി അംശമായിട്ട് ഞാൻ ശരീരത്തെ സൃഷ്ടിച്ചു. ആ ശരീരത്തിൽ 24 തത്വങ്ങളുണ്ട്. അത് പഞ്ചഭൂതങ്ങളും തന്മാത്രകളും, അതേപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി 24. ഇതിൻ്റെ ശരീരത്തിൻ്റെ ഈ പോഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മളെ. അതിൽ നിന്ന് മോചനം നേടണം എന്നാണ് ഭഗവാൻ ആദ്യമായിട്ട് തന്നെ പറഞ്ഞ്. ബന്ധത്തിന് കാരണം ഈ മനസ്സാണ്, മോക്ഷത്തിന് കാരണം ഇതേ മനസ്സ് തന്നെയാണ്. ശ്രദ്ധ ആത്മാവിലാവണം എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഈ പ്രകൃതിയിലാവരുത്, ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിലാവരുത്. അത് പഞ്ചമഹാഭൂതങ്ങളായിട്ടുള്ള പൃഥിവി, തേജോ, വായു, ആകാശം, അതിൻ്റെ തന്മാത്രകൾ അതിലാവരുത്. ഇന്ദ്രിയങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവത് അർപ്പിതമാക്കി തീർക്കുക, അത്രേ വേണ്ടൂ. സാഖ്യയോഗത്തിൽ 108 തത്വങ്ങൾ, 96 തത്വങ്ങൾ എന്നെല്ലാം ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രഹ്മത്തിൻ്റെ ഒരു ഇച്ഛ മാത്രമാണ് ഈ പ്രകൃതി. അതിന് കുറച്ച് കാലമേ നിലനിൽപ്പുള്ളൂ. ഓരോ രോമകൂപത്തിലും ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവണു.
അത് കുറച്ച് കാലം നിലനിൽക്കണു, അത് കഴിഞ്ഞ് നശിക്കണു. വെച്ചാൽ ഭഗവാങ്കൽ തന്നെ ലയിക്കുന്നു എന്നാണ് സാരം. പ്രകൃതിക്ക് ഭഗവാന്റെ ഒപ്പമല്ലാണ്ട് നിൽക്കാൻ സാധിക്കില്ല. ഭഗവാൻ ഒരു താങ്ങായിട്ട് വേണം. പക്ഷേ ഭഗവാൻ ഈ പ്രകൃതിയുടെ യാതൊന്നും ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എന്തിനാ ഭഗവാന്, നമുക്ക് ഭഗവാനെ വേണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു അറിവാണ്. ഈ പ്രകൃതിയിലേക്ക് ഭഗവാൻ നാനാത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ത്രിഗുണത്തെ പ്രവേശിപ്പിച്ചതാണ്. അപ്പോൾ അതിനൊരു ക്ഷോഭം വന്നു. അപ്പോഴാണ് ഈ നാനാത്വമൊക്കെ ഉണ്ടായത്. ഭഗവാന്റെ ശക്തി പ്രകൃതിയിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ശക്തി എന്നുള്ള ഭാവത്തിൽ ആ സമഷ്ടി രൂപത്തിൽ ഭഗവാൻ തന്നെ വിരാജിക്കുകയും ചെയ്തു. അതിൽ വ്യഷ്ടി ജീവൻ ശരീരത്തെ പ്രത്യേകമായിട്ട് സ്വീകരിച്ചു. അതാത് കാലത്തിനനുസരിച്ച്, കർമ്മത്തിനനുസരിച്ച്, പ്രാരബ്ധത്തിനനുസരിച്ച് സസ്യജാലങ്ങളായിട്ടും തിര്യജാതികളായിട്ടും ദേവനായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ ജീവൻ ശരീരത്തെ സ്വീകരിച്ചു. അതിൽ സ്ഥാവരങ്ങളുണ്ട്, ജംഗമങ്ങളുണ്ട്. ഈ ശരീരം കിട്ടിയത് കൊണ്ട് ഈ ജീവന് മായ ബാധിച്ചു. അഷ്ടാവരണങ്ങൾ, അതേപോലെ വിക്ഷേപമായ ആവരണമായ പ്രകൃതി മഹത്തഹം പഞ്ചഭൂതങ്ങളും കൂടി ചേർന്ന ഈ മായ ഉണ്ടല്ലോ, അത് ബാധിച്ചു. അപ്പോൾ ഞാൻ ശരീരമാണ് എന്നുള്ള തോന്നലിലാണ് എത്തിയത്. കാണുന്നതിനൊക്കെ ജീവനുണ്ട് തോന്നുക, കാണുന്നതൊക്കെ ഉള്ള വസ്തുക്കളാണ് എന്ന് തോന്നുക. ഇതെല്ലാം മിഥ്യയാണ് എന്ന് മനസ്സിലാവണില്ല. അപ്പോൾ ഈ കാര്യമായിട്ടുള്ള ശരീരത്തെ കാരണമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ഈ വിഷയങ്ങളെ മുഴുവൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പ്രവൃത്തി ചെയ്യുക എന്ന ആ സമർപ്പണത്തിൽ കർത്താവ് ഞാനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്നും സംസാരം തന്നെ. അത് കർത്താവ് ഞാനല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്ന് ഈശ്വരഭാവേനയാണ് കാണുന്നതെങ്കിലോ അപ്പോൾ ഈ അനുഭവിക്കുന്നത് ഭഗവാൻ എന്നെ കൊണ്ട് അനുഭവിപ്പിക്കുകയാണ് എന്നല്ലേ തോന്നുക. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്ഥം സൂക്ഷ്മാംഗം ഭോഗസാധനം. അപ്പോൾ ഈ ശരീരം എന്തിനുള്ളതാണ്? പ്രാരബ്ധത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്, 24 തത്വങ്ങളെ കൊണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്? ജ്ഞാനം നേടിക്കൊണ്ട് പരോപകാരം ചെയ്യുക, മര്യാദയോട് കൂടിയിട്ട് ജീവിക്കുക, നല്ല ശീലത്തോട് കൂടിയിട്ട്, വിനയത്തോട് കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ട്, സന്തോഷവാനായിക്കൊണ്ട് എപ്പോഴും വിദ്യയെ സ്വീകരിക്കുക എന്ന ജിജ്ഞാസുഭാവത്തിൽ ഭഗവാനെ അറിയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. കാരണം ഈ ജീവൻ അനവധി ശരീരങ്ങളിൽ ജീവിച്ച് വന്ന് പുരുഷനായതാ. പുരികളിൽ ശയിക്കുന്നതായിട്ടുള്ള ജീവൻ ആ മനുഷ്യ ശരീരം കിട്ടുമ്പോൾ എന്താ പ്രത്യേകത? വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിന് ഈ വിദ്യ നേടിക്കഴിഞ്ഞാലത്തെ ഫലം എന്താ? പരോപകാരം, മര്യാദ, സൗശീല്യം, വിനയം, ക്ഷമ, സന്തോഷം എന്നിവ സദാ വിദ്യാപരിണതം ഫലം. ഒരു ബ്രാഹ്മണൻ്റെ ലക്ഷണമാണത്. അപ്പോൾ അതുപോലെ ആവും നമ്മളും ബ്രാഹ്മണനാവും എന്നർത്ഥം. ഭക്തി ഉണ്ടാവേ വേണ്ടു, ജ്ഞാനം ഉണ്ടായിക്കോളും. നമുക്ക് ഈ പ്രകൃതിയിൽ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇങ്ങനെ 3 തരത്തിലുണ്ട്. സ്ഥൂലം എന്നുള്ളത് ഈ സമഷ്ടി, സൂക്ഷ്മം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെയൊക്കെ ശരീരം സൂക്ഷ്മമാണ്. അതിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാലോ കാരണശരീരത്തിൽ നല്ലതാ ചെയ്ത് വെച്ചാൽ സ്വർഗത്തിൽ, ചീത്ത ചെയ്ത് വെച്ചാൽ നരകത്തിൽ, ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ ഇതിനെ കാലാനുസൃതമായിക്കൊണ്ട് ഈ ദേഹം എത്രത്തോളം കാലം ജീവിക്കണം? മനുഷ്യ ശരീരമാണെന്ന് വെച്ചാൽ 100 കൊല്ലം. മരങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ 300 കൊല്ലോ അല്ലെങ്കിൽ 1000 കൊല്ലോ ഒക്കെ നിൽക്കും. ഇങ്ങനെയാണല്ലോ വ്യത്യാസങ്ങളുണ്ട്. അത് കാലം എത്ര കാലം നിൽക്കേണ്ട വെച്ചാൽ അത്രയും കാലം നിൽക്കുക, അത്രയേ ഉള്ളൂ. ദേവനാച്ചാൽ ആയുസ് വളരെ കൂടും. ഈ ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്നതായിട്ടുള്ള ഓരോന്നും, ഇപ്പം നമ്മൾ ദാഹിച്ചു, അപ്പോൾ വെള്ളം കുടിച്ചു, വിശന്നു, ആഹാരം കഴിച്ചു, ഇതൊക്കെ പ്രാണൻ്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് വരിക. അതേപോലെ ഇപ്പോൾ സപ്തധാതുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഋക്കുകളിലൂടെ അത് ആ സമയത്ത് പറയുന്നുണ്ട്. ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്, ദൃഷ്ടു, ബൃഹതി, ജഗതി, അങ്ങനെയുള്ള ഛന്ദസ്സുകളിലൂടെ ഈ വേദങ്ങളെ ഉച്ചരിക്കുക, മന്ത്രങ്ങളെ ഉച്ചരിക്കുക, ശ്ലോകങ്ങളെ ഉച്ചരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ
ഈ ത്വക് ചർമ്മ മാംസരുദ്രമേതോ മജ്ജ അസ്ഥി ധാതവ അവർ അതിന് പുഷ്ടി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരീരത്തിലുള്ളതാണ്. ഈ ശരീരത്തിലുള്ളതിനെ കൊണ്ടാണ് പ്രാണന് ഊർജം കൊടുക്കുന്നത്. അത് ആഹാരമായാലും ശരി, ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വീകരിക്കുന്നതൊക്കെ ആയാലും ഈ പ്രാണപുഷ്ടിക്ക് അത് കാരണം. 10 പ്രാണങ്ങളെ രക്ഷിച്ചാലാണ് 100 വർഷം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതിന് ഭഗവാൻ ഈ 51 അക്ഷരങ്ങളിലൂടെയും അതേപോലെ ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കാൻ വേണ്ട വസ്തുക്കളെയും ഭഗവാൻ സൃഷ്ടിച്ചു. ചിലത് കാണാൻ പറ്റും, ചിലത് കാണാൻ പറ്റില്ല, ചിലത് അനുഭവിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് തത്വങ്ങളൊക്കെ. അങ്ങനെയാണ്. നമുക്ക് മനസ്സിനെ എത്രത്തോളം കാണാനും അറിയാനും പറ്റും. മനോബുദ്ധിയുടെ അഹങ്കാര ചിത്തം അതിനെ വിശദീകരിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ചിലത് മനസ്സിലാവില്ല. അപ്പോൾ തത്വങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാൻ അതിൽ എല്ലാ തത്വങ്ങളും ഉണ്ടാക്കി. അതായത് 24 തത്വങ്ങൾ എന്ന് പറഞ്ഞു, 98 തത്വങ്ങൾ, 96 തത്വങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ അധിഷ്ഠാന ദേവതകളെ അതാതിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി ആ നാരായണൻ എന്നുള്ള നിലയ്ക്ക് വരുമ്പോഴാണ് വരിക. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല, ഭഗവാന്റെ സൃഷ്ടി, താത്വിക സൃഷ്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. ആ സൃഷ്ടിയിൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു പ്രകടമായിട്ടുള്ളൊരു രൂപമുണ്ടായി വിരാട്ടായിട്ട് മാറി. അത് കാരണജലത്തിൽ ശയിച്ചു എന്നാണ്. വിരാട്ടായിട്ട് വിശ്വനായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ വിരാട് രൂപം അവിടെ കാരണജലത്തിൽ ശയിച്ചു. അപ്പോൾ ആ സമയത്ത് ക്രമേണയായിട്ട് അതാത് തത്വങ്ങളിൽ ഇന്ദ്രിയാദികളുടെ അധിഷ്ഠാന ദേവതകളൊക്കെ ഈ വിരാട്ടിനെ ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ്. കാലത്തിനനുസരിച്ച് ക്രമേണ ഇന്ദ്രിയാദികൾ അതൊക്കെ ദേവതകളുടെ നിയന്ത്രണത്തിലാണ്. ആ ദേവതകൾ സ്വന്തം ശക്തി എല്ലാറ്റിലും പ്രവേശിപ്പിച്ചു ഭഗവാനെ ഉണർത്താൻ വേണ്ടിയിട്ട്. ഭഗവാനല്ല, ഈ നാരായണൻ അല്ലെങ്കിൽ ഈ ജീവനെ ഉണർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. കുറേ ശ്ലോകങ്ങൾ മുഴുവൻ അത് തന്നെയാണ്. അഗ്നി ഈ വാക്ക് ഇന്ദ്രിയത്തിലൂടെ പ്രവേശിച്ചു. വായു ഘ്രാണേന്ദ്രിയത്തിലൂടെ, മൂക്കിൽ അങ്ങനെയാണ്, അങ്ങനെ പ്രവേശിച്ചു. കണ്ണിൽ ഈ ചക്ഷുഷേന്ദ്രിയത്തിലോട് കൂടിയിട്ട് സൂര്യൻ പ്രവേശിച്ചു. കാതിൽ ശ്രോത്രേന്ദ്രിയം ദിഗ്ദേവതയാണ് പ്രവേശിച്ചത്. പിന്നെ ഓഷധികൾ രോമത്തോട് കൂടിയിട്ട് ത്വക്കിൽ പ്രവേശിച്ചു. ജലദേവത വരുണൻ വീര്യത്തോട് കൂടിയിട്ട് ശിശ്നത്തിൽ ഉപസ്ഥത്തിൽ പ്രവേശിച്ചു. മൃത്യുദേവത അപാനനോട് കൂടിയിട്ട് ഗുദത്തിൽ പ്രവേശിച്ചു. യമൻ മറ്റേ മിത്ര വരുണന്മാർ എന്ന് പറയാറുണ്ട്. മിത്രൻ അതിൽപ്പെട്ടതാണ്, മൃത്യുദേവതയാണ്. ഇന്ദ്രൻ ബലത്തോട് കൂടിയിട്ട് കയ്യിൽ, വിഷ്ണു സഞ്ചാരത്തോട് കൂടിയിട്ട്, ഗമനത്തോട് കൂടിയിട്ട് കാലിൽ, നദികൾ രക്തത്തോട് കൂടിയിട്ട് നാഡിയിൽ, സമുദ്രം ഇതൊക്കെ ദേവതകളാണ്. സമുദ്രം വിശപ്പ് ദാഹം എന്നിവയോട് കൂടിയിട്ട് ഉദരത്തിൽ. ഇങ്ങനെയൊക്കെ പ്രവേശിച്ചിട്ടും ഈ ജീവൻ ഉണർന്ന് കാണാനില്ല. അപ്പോൾ ഹൃദയത്തിൽ ഭഗവാൻ മനസ്സോട് കൂടിയിട്ട് ചന്ദ്രനെ പ്രവേശിപ്പിച്ചു. ചന്ദ്രൻ പ്രവേശിച്ചിട്ടും ആയില്ല. ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചത് ബ്രഹ്മാവാണ് കേട്ടോ. അതേപോലെ ഈ ചിത്തിലിരുന്നു കൊണ്ട് ബുദ്ധിയോട് കൂടിയിട്ട് ബ്രഹ്മാവ് സ്വയം പ്രവേശിച്ചു, ഉണർന്നില്ല. അതേപോലെ ഈ ഹൃദയത്തിൽ അഹങ്കാരത്തോട് കൂടിയിട്ട് രുദ്രൻ പ്രവേശിച്ചു, പക്ഷേ ആ നാരായണൻ ഉണർന്നില്ല. ഈ ജീവൻ ശരീരത്തോട് കൂടിയിട്ട് ശരീരം കൊണ്ട് ഉണർന്ന് എഴുന്നേറ്റില്ല. പിന്നീട് ക്ഷേത്രജ്ഞനായിട്ടുള്ള ഈ പരമാത്മാവ് ചിത്തത്തോട് കൂടിയിട്ട് ഹൃദയത്തിൽ വാസുദേവൻ എന്ന നിലയ്ക്ക് പ്രവേശിച്ചു. അപ്പോൾ വിരാട് പുരുഷൻ ഉണർന്ന് എഴുന്നേറ്റു എന്നാണ്. ഈ കാരണജലത്തിൽ ഈ ശരീരമായിട്ടിരിക്കുന്നത് ആ ഭഗവാൻ ഉണർന്നു, ആത്മസാന്നിധ്യം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ആത്മസാന്നിധ്യം ഇല്ലെങ്കിൽ, ഈ ചൈതന്യമില്ലെങ്കിൽ, ഈ സത്ത ഇല്ലെങ്കിൽ ഈ ശരീരത്തിന് ഉണരാനോ അല്ലെങ്കിൽ ഉയരാനോ സാധിക്കില്ല. 24 തത്വം എന്നത് അതിൻ്റെ ഒരു ഘടന മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ അതിൽ പെടുത്തുകയാണ്. അങ്ങനെ പ്രാണോർജത്തെ കൂടി കൊടുത്തുകൊണ്ട് ഈ ഭഗവാൻ തൻ്റെ ചൈതന്യത്തെ അതിൽ പ്രവേശിച്ചു. ആ വാസുദേവൻ ഈ നാരായണൻ വാസുദേവനായിട്ട് മാറി എന്ന് സാരം.
വസനാൽ ഇതി വാസുദേവ, ഭഗവാന്റെ ചൈതന്യമാണ് വാസുദേവനായിട്ട് ഹൃദയത്തിൽ സാക്ഷി രൂപത്തിൽ അന്തര്യാമി രൂപത്തിൽ ഈ ചൈതന്യമായിട്ട് ഇരിക്കുന്നത്, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നാഥനായിട്ടുള്ള ഹൃഷീകേശനായിട്ടിരിക്കുന്നത്. ആ പ്രകാശം, ഈ ദിവ് എന്നാ പറയുക, ആ പ്രകാശം അവിടെ ഉണ്ടായതുകൊണ്ട് ചൈതന്യമായി അത് ജീവാത്മാ എന്ന രീതിയിൽ തന്നെ ആ ശരീരത്തെ പ്രവർത്തിപ്പിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ആ ശരീരം ഇപ്രകാരത്തിലാണ് ഉണ്ടായത് എന്ന് സൃഷ്ടിപ്രകരണം അമ്മയോട് ഒന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് ഈ ദേഹദേഹി ബന്ധമുണ്ടായപ്പോൾ ഈ ജീവന് സംഭവിക്കുന്നത്. അതിൻ്റെ കാര്യമാണ് അടുത്ത അധ്യായത്തിലെ 27ാമത്തെ അധ്യായത്തിൽ പറയണത്. അതൊരു പ്രവർത്തന മേഖലയായിട്ടാണ് വരിക. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് തൃതീയ സ്കന്ധത്തിൽ കാപിലം 25ഉം 26ഉം 2 അധ്യായങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനി 27, 28 ഒക്കെ ആകുമ്പോഴേക്കും പ്രവർത്തനങ്ങളും ഭഗവത് രൂപവും ഒക്കെ പറയും. അത് നമുക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ.